പ്രതിഷേധം കടുത്തതോടെ വനനിയമ ഭേദഗതി സർക്കാർ ഉപേക്ഷിച്ചു. കർഷകർക്ക് ആശങ്കയുണ്ടാക്കുന്ന നിയമം നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുന്നണിക്കുള്ളിലെ ഘടകകക്ഷികളും കുടിയേറ്റ കർഷകരും സഭാ നേതൃത്വവും എതിർപ്പ് ശക്തമാക്കിയതോടെയാണ് നിർണായക തീരുമാനം മന്ത്രിസഭായോഗം കൈക്കൊണ്ടത്. വന്യജീവി ആക്രമണം തടയാൻ സർക്കാരിന്റെ പ്രധാന തടസ്സം കേന്ദ്ര നിയമമാണ് എന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി. ഒക്ടോബറിൽ മന്ത്രിസഭായോഗം ചേർന്നാണ് വനനിയമ ഭേദഗതി കൊണ്ടുവന്നത്. എന്നാൽ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായിട്ട് പോലും പിന്മാറാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഈ നിയമസഭാ സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരാൻ തന്നെ സർക്കാർ തയ്യാറെടുത്തിരുന്നു. എന്നാൽ കുടിയേറ്റ കർഷകരും സഭാ നേതൃത്വവും കേരള കോൺഗ്രസ് മാണി വിഭാഗവും അനുദിനം പ്രതിഷേധം ശക്തമാക്കുകയും പ്രതിപക്ഷ നേതാവ് ജാഥ നടത്താൻ തയ്യാറെടുക്കുകയും ചെയ്തതോടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ നീക്കം നടത്തുകയാണ് സർക്കാർ. കർഷകരുടെ ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ടില്ല എന്നും വനനിയമ ഭേദഗതി തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമ ഭേദഗതിയും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. വന്യജീവി ആക്രമണങ്ങളും മരണവും തുടർക്കഥയാകുമ്പോൾ അത് തടയാൻ സർക്കാരിനാകുന്നില്ല എന്നതിൽ പ്രതിഷേധം തുടരുമ്പോൾ അതിന് തടസ്സമാകുന്നത് കേന്ദ്ര നിയമങ്ങളാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. വന്യജീവി ആക്രമണങ്ങളെ തടയാൻ പോലും കഴിയാത്ത സർക്കാർ പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നുവെന്ന കടുത്ത വിമർശനമാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. ഭേദഗതിയുമായി മുന്നോട്ട് പോയാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് പിന്മാറാൻ സർക്കാർ ഒടുവിൽ തീരുമാനിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.